ഞാൻ വരുന്ന വഴി തന്റെ വീട്ടിൽ കയറി. എവിടെ നിന്ന് കിട്ടി 2 കാര്യസ്ഥന്മാരെ? ആളില്ലെന്ന് പറഞ്ഞ് കഥ അടച്ചു. ആരാ എന്താ ഒന്ന് അന്വേഷിക്കണ്ടേ? ഒന്ന് ഡ്രൈവറാണ്, പയ്യനെ അബു ഏർപ്പാട് ചെയ്തതാണ്. അബുവിനെ അറിയില്ലേ? തന്റെ വീട് പണിയുടെ കരാറുകാരൻ. കരാറുകാരനൊന്നുമല്ല, എലിമെന്ററി സ്കൂളിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ 5-ലാവുമ്പോ 2-ൽ. ഓ, ചാവക്കാട്ടുകാരൻ മാപ്പിളയുടെ. അതെ. അയാൾ ദുബൈയിലല്ലേ? അടുത്ത് തന്നെ. കാശുകാരനാണോ? എല്ലാവരും ചെറിയ തോതിൽ കഴിയുന്നു. നാട്ടിലയക്കാൻ എന്തെങ്കിലും മിച്ചം കിട്ടും. വാ, വീട്ടിൽ കയറിയിട്ട് പോവാ. ഞാനവിടെ കയറി വല്യമ്മയെ കണ്ടു. വല്യമ്മ നാളെ ഉണ്ണാൻ ക്ഷണിച്ചിട്ടുണ്ട്. അന്ന് ഗോപി സ്ഥലത്തുണ്ടായിരുന്നു. പോലീസ്, ഇൻക്വസ്റ്റ്, അവരുടെ കുറെ ഫോർമാലിറ്റീസ് ഉണ്ടല്ലോ. ഡെഡ് ബോഡി അധികം വെച്ച് താമസിപ്പിക്കാതെ ഞാൻ തന്നെ വേണ്ടതൊക്കെ ചെയ്തു. വിവരത്തിന് എഴുതാൻ എനിക്ക് തന്റെ മേൽവിലാസം അറിയണ്ടേ? വിവരം കിട്ടി. മാധവൻകുട്ടി കാണാൻ വന്നു. അങ്ങാടിയിൽ നിന്ന് അറിഞ്ഞു. എന്നോട് സംസാരിക്കില്ല. അപ്പുവേനെ മരിച്ച ഉടനെ അവന്റെ താളം തെറ്റി. അന്ന് ശ്രീദേവിയുടെ കാര്യം ഞാൻ നിർബന്ധിച്ചാണ്. നിയന്ത്രിക്കാൻ ഒരാളുണ്ടാവട്ടെ, ശരിയാവുമെന്ന് ഞാൻ വിചാരിച്ചു. അവൻ തന്നെയാണ് ഓരോ അവധി പറഞ്ഞ് മാറ്റിവെച്ചത്. പിന്നെ എല്ലാം കുട്ടിച്ചോറായപ്പോൾ വരുന്നു. അപ്പോൾ ഒരു ഡിമാൻഡ്. ആദ്യം അവളുടെ ഭാഗം തിരിച്ച് റേസ് കഴിക്കണം, പിന്നെ കല്യാണം. ഗോപി പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു നല്ല ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ വഴിമാറിയേ. സ്വത്ത് വിറ്റ പണം കൊണ്ട് ഹോട്ടലിൽ മുറിയെടുത്ത് സ്ഥിരതാമസമായിരുന്നില്ലേ? ഹൈക്കോടതിയിൽ കേസിന് പോയപ്പോൾ ഒരു കൂത്താട്ടം ഞാൻ നേർക്കുനേരെ കണ്ടു. നമ്മളാരും അത്ര സാത്വികന്മാരൊന്നും അല്ലല്ലോ. പക്ഷേ രാജൻ, കുടിയിരിപ്പിൽ പ്രായമായ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് രക്ഷയില്ലെന്ന് വന്നാൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകളുടെയും ചവിട്ടിലെത്തില്ലേ? ഞാൻ പിന്നെയും അവനു വേണ്ടി വാദിച്ചു. വല്യമ്മ എന്നെ തല്ലിയില്ലെന്നേ ഉള്ളൂ. ശ്രീദേവി അവൾക്കിഷ്ടമായിട്ട് ഇത് നടക്കില്ല എന്നവൾ തീർത്തു പറഞ്ഞു, ആലോചനയുടെ തുടക്കത്തിൽ തന്നെ. എന്നിട്ടും ഞാൻ നിർബന്ധിച്ചു. ഒരു ചങ്ങാതിയുടെ കടമ വിചാരിച്ചു മാത്രം. നടക്കട്ടെ, നാളെ ഞാൻ അങ്ങോട്ട് വരാം ഓർമ്മിപ്പിക്കാൻ. അത്ര മറവിയൊന്നുമില്ല. അതല്ല, വിസ്റ്റേഴ്സ് ആളും ബഹളും ഒക്കെ ആവുമ്പോ തിരക്കും ബന്ധപ്പാട് ഒഴിവാക്കാനല്ലേ കുറച്ചു ദിവസം ഇവിടെ നിൽക്കുന്നത്. ഞാൻ എത്തിക്കോളാം. താങ്ക് യു. അച്യുവൻ നായർ കിടന്നില്ലേ? കിടക്കാം. പായ തലയണ എല്ലാം ഉണ്ടോ? അത് ഞാനൊന്നും നോക്കിയിട്ടില്ല. എല്ലാം അവിടെ ഉണ്ട്. സാർ, എനിക്ക് ഒരു സഹായം ചെയ്യണം. സാറിന് അവിടങ്ങളിലൊക്കെ പരിചയക്കാരുണ്ടാവുമല്ലോ. എന്റെ മകനുണ്ട് അവിടെ. ഏത് സ്ഥലത്ത്? അറിയില്ല. പോയ പിന്നെ ഒരു വിവരമില്ല. 2 വണ്ടി സ്വന്തമായിട്ടുണ്ടായിരുന്നു. അവൻ ഒരുത്തനേ ഉള്ളൂ, ആണായിട്ടും പെണ്ണായിട്ടും. വലിയ ബുദ്ധിമുട്ട് കൂടാതെ തന്നെ അവനിവിടെ പഠിക്കാം. ഇവിടെ തന്നെ വല്ല ഉദ്യോഗവും നോക്കാം. പറഞ്ഞാ കേക്കണ്ടേ? ആരൊക്കെയോ പറഞ്ഞ് പിരികേറ്റി അവൻ പോയി. ഞാൻ ഇത്തിരി ഗുണദോഷിച്ചപ്പോ അച്ഛന് മനസ്സുണ്ടെങ്കിൽ ഒരു 2000 ഉറുപ്പ്യ കടം തന്നാ മതി, പലിശ അടക്കം വീട്ടിക്കോളാന്ന് പറഞ്ഞാ പിന്നെ എന്ത് ചെയ്യും? പിന്നൊരു വിവരവും അറിഞ്ഞില്ലേ? പെണ്ണായിട്ട് അവന്റെ അമ്മ കിടപ്പിലായപ്പോ അവളുടെ സമാധാനത്തിന് വേണ്ടി ഞാൻ കുറെ കളവ് പറഞ്ഞു. കത്തുണ്ട്, പണം വന്നു, വരാൻ പറഞ്ഞ് കമ്പി അടിച്ചൂടെ എന്നാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചോദിച്ചത്. വന്നോന്നറിയാൻ പിന്നെ ബോധം തെളിഞ്ഞില്ല. അതൊരു ഭാഗ്യായി. എനിക്കറിയാവുന്ന സ്ഥലങ്ങളിൽ അന്വേഷിക്കും. തിരിച്ചു ചെല്ലട്ടെ. മകന്റെ പേര്? വി. ചന്ദ്രശേഖരൻ.
അന്വേഷിക്കാം. പണം കൊടുത്തു, പിറ്റേന്ന് പുറപ്പെടുകയാണ്. അച്ഛനും അമ്മയും എന്നെ ഓർത്ത് വിഷമിക്കേണ്ട. അതായിരുന്നു അവസാനത്തെ കത്ത്. കാശും പണവും ആയപ്പോ നാടും വീടും ഒക്കെ മറന്നതാവും. ചിലരങ്ങനെയുണ്ടല്ലോ, ആര് കണ്ടു. ഒരു കമ്പിയുണ്ട്. വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല. എന്നെ ആയിരിക്കും ശകുനം. എങ്ങോട്ടാണാവോ? എങ്ങോട്ടുമല്ല. പിന്നെ ആചാരുടെ തെങ്ങുംപറമ്പ് കൊടുക്കണുണ്ട്. 1 ഏക്കർ 40 സെന്റ്. 1500 തേങ്ങയ്ക്ക് ആരോടും ചോദിക്കണ്ട. ഞാനങ്ങനെ തടുത്തു പിടിച്ച് വച്ചേക്കുക. നമുക്കൊന്ന് അടിക്കുക. വേണ്ട. അതുപോലൊരു പറമ്പ് ഈ ദേശത്തില്ല. ആചാര ഇത്തിരി ടൈറ്റില്ല. അടിക്കുവാണെങ്കിൽ ഇപ്പൊ അടിക്കണം. എനിക്ക് പറമ്പും വേണ്ട, പാടവും വേണ്ട. അല്പം സ്വൈരം തരൂ. രാജേട്ടാ, 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 എന്നെ അറിയില്ലേ? വടക്കുമുറിയിലെ ചാത്തുകാരുടെ. ഓഹോ, എന്താ? എനിക്ക് അവിടെ എന്തെങ്കിലും ഒരു പണിയാക്കി തരൂ. ഇവിടെ മടുത്തു. എത്ര വരെ പഠിച്ചു? SLC തോറ്റു. പിന്നെ പിന്നെ എഴുതി തോറ്റു. കണക്കിന് ഞാൻ ജയിക്കില്ല. പഠിച്ചാ ഒന്നും തലേ കയറില്ല. ഓഹോ, വേറെ വല്ലതും അറിയൂ? ആശാരിപ്പണി, കൽപ്പണി, കോൺക്രീറ്റ് പണി? അത് നമ്മൾ നായന്മാർക്ക് പറഞ്ഞല്ലോ. എന്നാലേ കൈക്കോട്ടെടുത്ത് കിളയ്ക്കാൻ പഠിക്കേ. ദിവസം 10 രൂപ കിട്ടില്ലേ നാട്ടിൽ? അതും നമ്മൾ നായന്മാർക്ക് പാടില്ലെങ്കിൽ എന്താ വീട്ടുപേര്? ഞാൻ വടക്കുമുറിയിലെ വടക്കുമുറി തറവാട്ടിന്റെ മഹത്വം പറഞ്ഞ് തെക്കും വടക്കും നടന്നു. ഇതൊന്നും വയ്യെങ്കിൽ വരൂ വരൂ. ഇത് വല്യമ്മാവയാണ്. രാജന് ഓർമ്മയുണ്ടാവോ? ഇരിക്കുക. വല്യമ്മയുടെ നേരെ മൂത്ത ആള്. ഇപ്പോ തറവാട്ടിലെ വലിയ കാരണവരെന്നൊക്കെ പറയാം. കാര്യമൊന്നും ഉണ്ടായിട്ടല്ല. വല്യമ്മാവ അക്കരെയാണ് താമസം. ഭാര്യ വീട്ടില് കുറച്ച് കൃഷിയുണ്ട്. മേഞ്ചിലവിനുള്ളത് തോട്ടത്തിന് കിട്ടും. അങ്ങനെ വല്യമ്മയെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരും. വാദത്തിന്റെ അക്ഷര വല്ലാണ്ടുണ്ട്. നടക്കുന്ന വേണം അവിടുന്ന് ഇങ്ങട്ടെ. ഗോപി രാവിലെ ആളെ അയച്ചപ്പോ വരണോ വരണ്ടോ സംശയിച്ചു. ചെറിയൊരു വിശേഷം ഉണ്ടായാൽ മതി. വല്യമ്മയ്ക്ക് എല്ലാരെയും വിളിച്ചു വരുത്തണം. ഏട്ടാ, ഇല വെച്ചിരിക്കുന്നു. എല്ലാരെയും വിളിക്കൂ. പണ്ടൊരു പിറന്നാള് ചോറൂണ് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു കല്യാണ സദ്യയുടെ മട്ടൊക്കെ ഉണ്ടാവും. 3 പറ അരി, 2 പന്തിക്ക് ഇരിക്കാൻ ആളകത്ത്, പണിക്കാരുടെ ഒരു പട, സർവാണി സദ്യക്ക് കൂടി വലിയ പടം. എനിക്ക് രാജന് 100 കൂട്ടം തിരക്കുണ്ടാവും. 3 മണിക്ക് എന്റെ വക്കീലും വരും. കൃഷ്ണമ്മാവന്റെ ആത്മാവായി ഇവന്. എല്ലാ കോടതിയിലും കേസുണ്ടെങ്കിൽ സന്തോഷായി. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഴി ഒപ്പമാണെന്ന് ചിലർ പഠിക്കണം. കരിങ്കുറപ്പാടം ഒഴിപ്പിച്ചു വാങ്ങാനാവില്ലെന്ന് എത്ര പേര് പന്തയം വെച്ചു. ഇപ്പോഴോ? കേസിന് ചിലവായ പണം ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ ഇരട്ടി ഭൂമി വാങ്ങായിരുന്നു. കോടതിക്കാര്യം തുടങ്ങിയാൽ ഊണിന്റെ സമയം തെറ്റും. എണീക്കണുണ്ടോ? നമുക്കുണ്ണാം.